സൂമിലൂടെയും യൂട്യൂബിലൂടെയും പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ലിങ്ക്സ് വഴിയൊക്കെ പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം അരുളുന്നു, സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്നത് എന്തല്ല? ഓൾ ദാറ്റ് മേക്ക് ഗാഡ് അൺഹാപ്പി എന്ന ശീർഷകത്തിലുള്ള ഒരു ബൈബിൾ പരമ്പരയുടെ ഒന്നാം ഭാഗമാണ് ഇത്. നമുക്ക് ദൈവജനത്തിന്റെ പഠനത്തിനായിട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആമുഖമായി ചില വാക്കുകൾ പറഞ്ഞ ശേഷം ഒന്നാം ഭാഗത്തിലേക്ക് ഞാൻ വേഗം കടക്കുകയാണ്. ദൈവജനമായ ബൈബിളിൽ യേശു ക്രിസ്തുവിന്റെ പ്രധാന പഠിപ്പിക്കലുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെ പർവ്വത പ്രസംഗം അഥവാ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് വിളിക്കാറുണ്ട്. ഈ പഠനം ആ അധ്യായങ്ങളെ ആസ്പദമാക്കിയായിരിക്കും. യേശു അതിൽ പറഞ്ഞ, നമ്മുടെ കർത്താവ് അതിൽ പഠിപ്പിച്ച ചില അരുതുകളും വിലക്കുകളും, നിങ്ങൾ ഇത് ഒഴിവാക്കണം, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയും പറഞ്ഞിരിക്കുന്ന 10 വിഷയങ്ങളെക്കുറിച്ചാണ് നാം ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ ചില അടിസ്ഥാന തത്വങ്ങളാണ്, പ്രിൻസിപ്പിൾസ് ആണ് എന്നും കൂടെ ഞാൻ പറയട്ടെ. ഈ ഭാഗത്ത് നാം കാണുന്ന ഏറ്റവും വലിയ കാര്യം, യേശു വെറുക്കുന്ന, നമ്മോട് ഉപേക്ഷിച്ച് കളയാൻ പറഞ്ഞ പല പാപ സ്വഭാവങ്ങളും അഥവാ ദൈവത്തിന് സങ്കടമുണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് പഠിക്കുന്നതിന്റെ ഉദ്ദേശം, ഈ കാര്യങ്ങൾ നാം ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തിന് പ്രസാദകരമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ തീരണം എന്നുള്ളതാണ് ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ആദമും ഹവ്വയും അവരെ ഏദൻ തോട്ടത്തിൽ ദൈവം ആക്കി വെച്ചു. അവരിൽ കൂടെ അവരുടെ അനുസരണക്കേട് നിമിത്തമാണ് ഈ ഭൂമിയിൽ പാപം കടന്നത് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. റോമർ 5-ാം അധ്യായം 12-ാം വചനം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപം ലോകത്തിൽ കടന്നു. അത് അനേക രീതിയിലുള്ള പാപ സ്വഭാവങ്ങളിലേക്ക് നമ്മെ നടത്തുന്നു എന്ന് പറയാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശുവിനെ പരീക്ഷിക്കുവാനായി യഹൂദ മേധാവികൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ട് നിർത്തി. ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശെ പറഞ്ഞിരിക്കുന്നത്, നീ എന്തു പറയുന്നു? എന്നാൽ യേശു അവളെ ശിക്ഷ വിധിച്ചില്ല, അവൾക്ക് ക്ഷമ നൽകി അവളെ പറഞ്ഞയച്ചു. എന്നിട്ട് പോകുമ്പോൾ ഒരു വാക്ക് യേശു അവളോട് പറഞ്ഞു. എന്താണ്? നീ പോവുക, ഇനി പാപം ചെയ്യരുത്, ഇനി നീ ഈ പാപത്തിൽ തുടരരുത്, നീ അതിനെ അതിജീവിക്കണം എന്നാണ് ആ സ്ത്രീയോട് യേശു പറഞ്ഞത്. നമ്മോടും കർത്താവ് അത് തന്നെയാണ് പറയുന്നത്. നാം ഇന്നും ഇനിയും പഠിക്കാൻ പോകുന്ന ഈ ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം, അത് ഒഴിവാക്കണം. അതിന് പകരം പോസിറ്റീവായ, ക്രിയാത്മകമായ, ദൈവികമായ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. റോമർ 6-ാം അധ്യായം 23-ാം വാക്യം നമുക്ക് പരിചയമുള്ളതാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാ വരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യ ജീവൻ തന്നെ. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു എന്ന് ഇവിടെ വ്യക്തമായിട്ട് യേശു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ബൈബിളിൽ ഉടനീളം കാണുന്ന ഒരു സത്യം, ദൈവം പാപത്തെ വെറുക്കുന്നു. അതായത് അനുസരണക്കേടിനെ, പാപകരമായ സ്വഭാവങ്ങളെ, ദോഷങ്ങളെ ദൈവം വെറുക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ബൈബിളിൽ അനേക വചനങ്ങളുണ്ട്. അതിന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഒരു ഭാഗം, സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 16 മുതലുള്ള 2-3 വചനങ്ങൾ ഞാൻ വായിക്കട്ടെ. പ്രോവർബ്സ് 6:16 ഓൺവേർഡ്സ്. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ഈ പറഞ്ഞ സ്വഭാവമുള്ളവരെയൊക്കെയും ദൈവമായ കർത്താവ് യഹോവ വെറുക്കുന്നു എന്ന് വ്യക്തമായി ഇവിടെ നാം വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വെറുപ്പല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ദൈവത്തിന്റെ പ്രസാദമാണ് ഈ കാലങ്ങളിൽ നമുക്ക് ആവശ്യം. സഭയായി നാം നിലനിൽക്കുമ്പോൾ അന്യോന്യം പ്രബോധിപ്പിക്കുകയും പാപകരമായ വഴികളെ വിട്ട് ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ വളർന്നു വന്ന് ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കണമെന്നാണ് നാം എപ്പോഴും കേൾക്കുന്നത്. ഈ പഠനത്തിലും ആ കാര്യം തന്നെയാണ്
നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു എന്നാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. യെശയ്യാവ് 59 2 വാക്യം. ഐസയ 59:2. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ശ്രദ്ധിക്കുക, പാപമാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നത്. നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുന്നു. എന്നാൽ അതിനുശേഷവും പാപം നമ്മിൽ വരികയില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധ്യമല്ല. പാപത്തിന്റെ പ്രലോഭനങ്ങൾ വരും, ചിലപ്പോൾ അതിൽ വീണുപോകും. തെറ്റായ ഒരിക്കൽ ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ പാപങ്ങൾ വീണ്ടും ജീവിതത്തിൽ കടന്നു വന്ന് വരാം. എന്നാൽ ഇതിനെ തിരിച്ചറിഞ്ഞ്, അതിനെ ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് വീണ്ടും അതിനെ തള്ളിക്കളഞ്ഞ് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ പാപങ്ങളുടെ, ദൈവം വെറുക്കുന്ന കാര്യങ്ങളുടെ മറ്റൊരു ലിസ്റ്റ് പുതിയ നിയമത്തിലുണ്ട്. അത് നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. ഗലാത്യർ 5-ാം അധ്യായം 19 മുതൽ വായിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച്, ദ ഡീഡ്സ് ഓഫ് ദ ഫ്ലഷ്, അവിടെ പറയുന്നു. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്തം മുതലായവ എന്ന വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്ത് നമുക്ക് നൽകുന്നത്. ഈ പറഞ്ഞ ജഡത്തിന്റെ പ്രവൃത്തികൾ, അത് പാപ സ്വഭാവങ്ങളെയാണ് അവിടെ എടുത്തു പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അവയെ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അവയെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാഞ്ഞാൽ ഇവിടെ പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, അവകാശമാക്കുകയില്ല. They will not enter the kingdom of God. ആകയാൽ ഈ കാര്യങ്ങളെ ഗൗരവമായി നാം ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ തരം ദൈവത്തിന് സങ്കടമുണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളെ ഒഴിഞ്ഞ് ജീവിക്കുവാനായിട്ട് ദൈവം നമുക്ക് വിവേകം നൽകണം. അതിനായിട്ട് നമുക്ക് ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യാം. ദൈവമേ, ഈ പഠനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. നമുക്ക് ഇനിയുമുള്ള ക്ലാസ്സുകളിൽ ഈ ഓരോരോ ഭാഗങ്ങളായിട്ട് പഠിക്കുകയാണ്. ഇന്ന് 1-ാം ഭാഗത്തേക്ക് നാം വരുന്നു. 1-ാം ഭാഗം ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യം മനുഷ്യന്റെ കോപമാണ്. ആങ്കർ, കോപ സ്വഭാവം. അതിനെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കാനായിട്ട് പോകുന്നത്. കർത്താവായ യേശുവിന്റെ പർവ്വത പ്രസംഗത്തിൽ 5-ാം അധ്യായത്തിൽ 21 22 വചനങ്ങൾ നമുക്ക് വായിക്കാം. മാത്യു 5:21 and 22. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. പഴയ നിയമകാലത്ത് ഒരുവനെ മറ്റൊരുവൻ കൊലപ്പെടുത്തരുത്, മർഡർ ചെയ്യരുത് എന്ന് നാം അവിടെ കാണുന്നുണ്ട്. 10 കൽപ്പനകളിൽ അതുണ്ട്. അത് വിലക്കപ്പെട്ട ഒരു കാര്യമാണ്, ഒരുവനെ കൊല ചെയ്യുക, കൊല്ലുക എന്ന്. എന്നാൽ യേശു ഈ കൊല ചെയ്യരുത് എന്നുള്ള ഈ വചനത്തെ ധ്യാനിച്ച് പഠിച്ച് അതിനെ വീണ്ടും തൻ്റെ ശിഷ്യന്മാർക്ക് കുറച്ചുകൂടെ വ്യക്തമാക്കി കൊടുത്തു. ഞാനോ നിങ്ങളോട് പറയുന്നത്, 22-ാം വാക്യം, സഹോദരനോട് കോപിക്കുന്നവരെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. ആ കോപം വർദ്ധിച്ചു വന്നാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കും. വീണ്ടും വർദ്ധിച്ചു വന്നാൽ മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. പ്രിയപ്പെട്ടവരെ, കോപത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. അതൊരു കളിയല്ല, ഒരു തമാശ അല്ല. ഇവിടെ പറയുന്നതനുസരിച്ച് അഗ്നി നരകത്തിൽ വീഴാൻ പര്യാപ്തമായ തിന്മകളിൽ ഒന്നാണ് കോപ സ്വഭാവം എന്നാണ് മനസ്സിലാക്കുന്നത്. പലരും ഈ കോപത്തെ നിസ്സാരവൽക്കരിച്ച് കാണാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു ദേവദാസൻ എഴുതിയ ഒരു ചെറിയ ലേഖനത്തിൽ ഇങ്ങനെ വായിച്ചു, കോപിക്കരുതെന്ന് ദൈവവചനത്തിൽ അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു. ഒരാഴ്ച മുമ്പാണ് അത് വായിച്ചത്. അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. എങ്കിലും ദൈവവചനം ശരിയായിട്ട് വായിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ എഴുതിയത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. കോപിക്കരുത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ടും ഖണ്ഡിതമായിട്ടും അത് പാപമാണെന്നും കൊലപാതകത്തിന് തുല്യമാണെന്നും കർത്താവായ യേശു തിരുവായ്മൊഴിഞ്ഞ് പഠിപ്പിച്ചിരിക്കുമ്പോൾ
ബൈബിൾ അങ്ങനെ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് തള്ളിക്കളയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവവചനം അങ്ങനെയല്ല പറയുന്നത്. കോപിക്കുന്നവൻ ന്യായവിധിക്കും ന്യായദിവസങ്ങളുടെ മുമ്പിൽ നിൽക്കുകയും ഒടുവിൽ അഗ്നിനരകത്തിന് യോഗ്യനാവുകയും ചെയ്യും. പല ആളുകളും കോപത്തെ വളരെ നിസ്സാരമാക്കി അതൊരു ബലഹീനതയാണ്. ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഇങ്ങനെയാണ്. എൻ്റെ അപ്പനും അപ്പൂപ്പനും വലിയ തലമുറയായിട്ട് ഞങ്ങൾക്ക് മൂക്കത്ത് ദേഷ്യമുണ്ട്, പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് കോപിക്കും എന്നൊക്കെ പറഞ്ഞ് കോപ സ്വഭാവത്തെ ന്യായീകരിക്കുന്ന അനേകം വിശ്വാസികളുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള ആളാണോ? ഒരിക്കലും കോപത്തെ, പ്രിയപ്പെട്ടവരെ, നാം ന്യായീകരിച്ചുകൂടാ. അത് നരകയോഗ്യമായ ഒരു പാപമാണ് എന്ന തിരുവെഴുത്തിൽ നാം കാണുന്നു. പഴയ നിയമത്തിൽ കൊലപാതകത്തിന് തുല്യമായിട്ട് യേശു പുതിയ നിയമത്തിൽ പഠിപ്പിച്ചത് കോപ സ്വഭാവം, അതുപോലെ വിരോധം, മറ്റുള്ളവർക്കെതിരായിട്ട് ദോഷം സംസാരിക്കുന്നത്, ഇതിനെയെല്ലാം ഈ കോപത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയാണ് യേശു പറഞ്ഞിരിക്കുന്നത്. 22-ാം വാക്യം നോക്കുക. കോപം ഒരുവന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരും. മിക്കപ്പോഴും കോപം ഹൃദയത്തിലാണ് ആരംഭിക്കുന്നത്. എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരാൾ പറഞ്ഞു, പ്രവർത്തിച്ചു, എനിക്ക് കോപം മനസ്സിൽ വന്നു. ആ കോപം അതിനെ നിയന്ത്രിക്കാതെ വെറുതെ വിട്ടാൽ അത് മുഖത്ത് പ്രകടമാകും. മുഖത്തുള്ള ഭാവം മാറും, മുഖം വീർക്കും, മുഖം വാടും, മുഖത്തിന്റെ ആകൃതിയൊക്കെ മാറും, അത് മുഖത്ത് തെളിഞ്ഞു വരും. ഇനി അതുകൊണ്ട് അടങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കറിയാവുന്ന കാര്യമാണ്. വാ തുറന്ന് സംസാരിക്കും. ആ കോപത്തിന്റെ പ്രതിഫലനം വായിൽ കൂടെ വെളിയിൽ വരും. മോശമായ വർത്തമാനം, വഴക്ക് പറച്ചിലും, അതുപോലെ ശാപവും, അതുപോലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയുള്ള സംസാരവും ഒക്കെ കോപത്തിന്റെ അനന്തര ഫലങ്ങളാണ്. ഇനിയും ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് അവസാനിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അത് കയ്യേറ്റമായി തീരും, അടിപിടിയായി തീരും. ഇനി അവിടെ അവസാനിക്കുന്നില്ലെങ്കിൽ കത്തിയെടുക്കും, അല്ലെങ്കിൽ തോക്കെടുക്കും. പിന്നെ നിങ്ങൾക്കറിയാം, അവിടെ കൊലപാതകം സംഭവിക്കും. അപ്പോൾ ഈ കോപത്തിന്റെ പടിപടിയായിട്ടുള്ള വളർച്ചയും അത് കൊലപാതകത്തിൽ അവസാനിക്കുന്നതും നമ്മുടെ ചുറ്റും ഈ തലമുറയിൽ ധാരാളം കാണുന്നുണ്ട്. ദൈവമക്കളായ നാം ആരും കൊലപാതകത്തിന് പോകാറില്ലെങ്കിലും കോപം പലപ്പോഴും വളർന്ന് പല ശാഖകളായിട്ട് വന്ന് നമ്മെ തടസ്സപ്പെടുത്താറുണ്ട്, നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കാറുണ്ട്. ഇന്ന് രാത്രി അതിനെക്കുറിച്ച് നാം ധ്യാനിക്കുകയും അതിനെ വിട്ടൊഴിയുവാൻ ദൈവത്തോട് ചോദിക്കുകയും ചെയ്യണമേ. കോപം വളർന്ന് വളർന്ന് വന്ന് അത് കൊലപാതകത്തിൽ അവസാനിക്കും എന്നാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. അതിലെ ഒടുവിൽ അത് വീണ്ടും വീണ്ടും വളർന്നു വന്നാൽ നിങ്ങൾ അഗ്നിനരകത്തിൽ വീഴുവാൻ ഇടയാകും. പർവ്വതപ്രസംഗത്തിൽ അഗ്നിനരകത്തിൽ വീഴുന്ന 2 പാപങ്ങളെക്കുറിച്ച് മാത്രമേ യേശു പറഞ്ഞിട്ടുള്ളൂ. മറ്റേത് കുറച്ചുകൂടെ ലളിതമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മൈൽഡാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എങ്കിലും കോപ സ്വഭാവവും പിന്നെ അത് കൊലപാതകത്തിന് തുല്യമാണ്. രണ്ടാമത്തേത് അടുത്ത ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നതാണ്. അത് വ്യഭിചാര ദോഷമാണ്, അല്ലെങ്കിൽ കൺമോഹമാണ്, കണ്ണിന്റെ മോഹമാണ്. അതും നരകത്തിന് യോഗ്യമായ പാപമാണെന്ന് യേശു പഠിപ്പിക്കുകയുണ്ടായി. ആകയാൽ ഈ 2 കാര്യങ്ങളെയും നാം സൂക്ഷിച്ച് ഒഴിയേണ്ടത് ആവശ്യം. 23 മുതൽ 26 വരെ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 5-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ എന്താണ് പറയുന്നത്? നിന്റെ ദോഷ സ്വഭാവത്തെ, പ്രത്യേകിച്ചും ഈ കോപ സ്വഭാവത്തെ എത്രയും പെട്ടെന്ന് നീ അതിനെ സെറ്റിൽ ചെയ്യണം. ആരോടെങ്കിലും കോപിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമ പറഞ്ഞ് സെറ്റിൽ ചെയ്യണം, അത് ശരിയാക്കണം. വഴിയിൽ വെച്ച് ഇതിന്റെ എതിരാളിയോട് വേഗം നിരന്നുകൊള്ളുക, അല്ലെങ്കിൽ അവൻ നിന്നെ കോടതി കയറ്റി നിനക്ക് വലിയ നഷ്ടമുണ്ടാകും എന്നുള്ള രീതിയിലാണ് യേശു പറഞ്ഞത്. കോപ സ്വഭാവത്തെ ഗൗരവമായി എടുക്കണം. അത് ലളിതമല്ല, അത് മാരകമായ പാപമാണ് എന്ന് നാം അതിനെ പേരിട്ട് വിളിക്കണം. അതൊരു ബലഹീനതയല്ല, അതിന് അർഹിക്കുന്ന പേര് അത് വലിയൊരു പാപം ആകുന്നു എന്ന്. എന്താണ് കോപ സ്വഭാവത്തിന്റെ കാരണം? വൈ? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ആരാണ് കോപിക്കാതെ ഇരിക്കുന്നത്? ചുരുക്കമായി പറഞ്ഞാൽ, ആരാണോ അഹങ്കാരി, ആരാണോ നിഗളമുള്ള വ്യക്തി, ദ പ്രൗഡ് വൺസ്, ദ ഹോട്ടി വൺസ്, അവർക്കാണ് പെട്ടെന്ന് കോപം വരുന്നത്. എന്നാൽ താഴ്മയുള്ളവർക്കും എളിമയുള്ളവർക്കും മറ്റുള്ളവരോട് കോപിക്കുവാൻ വളരെ പ്രയാസമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ചിന്തിച്ചാൽ മതി. ഞാൻ വളരെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഒരുവന്റെ അഹങ്കാരവും പൊങ്ങച്ചവും, ഞാൻ വലിയവനാണ്, ഞാൻ വലിയവളാണ് എന്നുള്ള ഭാവവുമാണ് അവനെ പെട്ടെന്ന് കോപിക്കുവാൻ പ്രാപ്തരാക്കുക. സദൃശവാക്യങ്ങൾ 21-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. 24-ാം വാക്യം, Proverbs 21:24. നിഗളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്ന് പേര്, അവൻ ഗർവത്തിന്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു. The proud and haughty man, scoffer is his name.
ഹി വർക്ക്സ് ഇൻ ദി അറഗൻസ് ഓഫ് പ്രൈഡ്. ഒരുവന്റെ കോപത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ അവന്റെ അറഗൻസ്, അവന്റെ അഹങ്കാര നിമിത്തമാണ് ഈ കോപം ഉണ്ടാകുന്നത്. ഞാൻ ചെറിയ ദൃഷ്ടാന്തം പറയാം. നിങ്ങളെ DYSP ഓഫീസിലേക്ക് വിളിച്ചു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്കെതിരായിട്ട് ആരോ ഒരു കേസ് കൊടുത്തു. നിങ്ങൾ വല്ലാത്ത ഒരു ദോഷം ചെയ്തു, ഒരു കുറ്റം ചെയ്തു. നിങ്ങളെ പോലീസ് വിളിപ്പിച്ചു. DYSP ഓഫീസിൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് നിങ്ങൾ ഓഫീസിൽ കയറി DYSPയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ മേശയുടെ മുമ്പിൽ നിന്നപ്പോൾ അദ്ദേഹം നിങ്ങളെ നോക്കി വല്ലാതെ കയർത്തു. വളരെ മോശമായ ചീത്ത വർത്തമാനങ്ങൾ നിങ്ങളെ വിളിച്ചു, നിങ്ങളെ ശപിച്ചുകൊണ്ട് വല്ല മോശമായ വാക്കുകൾ പറഞ്ഞു. നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഒരു നിമിഷം ചിന്തിച്ചാൽ മതി, നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. തിരിച്ച് അതുപോലെ രണ്ട് വർത്തമാനം അങ്ങോട്ട് പറയുമോ, അതോ മിണ്ടാതിരിക്കുമോ? നിങ്ങൾ മിണ്ടാതിരിക്കുന്നുവെങ്കിൽ എന്താണ് അതിന്റെ കാരണം? അവിടെ കോപത്തിന്റെ അടിവേര്, തായ്വേര് കാണാൻ സാധിക്കും. കോപത്തിന്റെ തായ്വേര് അഹങ്കാരമാണ്, ഞാൻ വലിയവൻ എന്നുള്ള ചിന്തയാണ്. ഇവിടെ ഈ ദൃഷ്ടാന്തത്തിൽ നിങ്ങൾ ചെറിയവനും DYSP വലിയവനുമാണ്. അയാൾക്ക് കോപിക്കാം, പക്ഷെ നിങ്ങൾക്ക് അവിടെ കോപിക്കാൻ അധികാരമില്ല. നിങ്ങളവിടെ യെസ് സാർ എന്ന് പറഞ്ഞ് നിൽക്കാനേ പറ്റുള്ളൂ. കാരണം നിങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ ചെറിയ ഒരു മനുഷ്യനാണ്. പ്രിയ സഹോദരന്മാരെ, വീട്ടിലും ജോലിസ്ഥലത്തും ഓഫീസിലും അല്ലെങ്കിൽ സഭയിലും ഒക്കെ ഉണ്ടാകുന്ന കോപങ്ങൾ, മറ്റുള്ളവരോടുള്ള കോപത്തിന്റെ കാരണം ഇതാണ്. കോപിക്കുന്ന വ്യക്തി ചിന്തിക്കുന്നു, ഞാനാണ് വലിയവൻ. ഭർത്താവ് ചിന്തിക്കും, ഞാനാണ് വലിയവൻ, ഭാര്യയോട് കോപിക്കാം. ചിലപ്പോൾ ഭാര്യ ചിന്തിക്കും, ഞാനാണ് വലിയവൾ, എനിക്ക് ഭർത്താവിനോട് കോപിക്കാം. അതുപോലെ മറ്റുള്ളവരോടൊക്കെ, ജോലിക്കാരോട്, വേലക്കാരോട് ഒക്കെ കോപിക്കുന്നവരുണ്ട്. അതിന് കാരണം ഞാൻ വലിയവൻ എന്നുള്ള ആ അഹങ്കാരത്തിന്റെ ചിന്തയാണ് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. താഴ്മയുള്ളവർക്ക് ഒരിക്കലും കോപിക്കുവാൻ സാധ്യമല്ല. കോപം പലതരമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ചില ദൃഷ്ടാന്തങ്ങൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും പാപകരമായ കോപത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. എന്നാൽ പാപകരമല്ലാത്ത കോപങ്ങളും ഉണ്ട്. കോപം എന്ന് അടച്ചു പറയുമ്പോൾ എല്ലാ കോപവും തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. എങ്കിലും നമ്മുടെയൊക്കെ മനുഷ്യരുടെ കോപങ്ങൾ, മാനുഷികമായ കോപങ്ങൾ, അത് പാപകരമാണ്. അതിന്റെ പല ദൃഷ്ടാന്തങ്ങളും ഞാൻ ബൈബിളിൽ നിന്ന് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പഠനം നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കുവാൻ ഈ ദൃഷ്ടാന്തങ്ങൾ ഉപകരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ കയീന്റെ ദൃഷ്ടാന്തം നമുക്ക് ചിന്തിക്കാം. ഭൂമിയിൽ ആദ്യമായിട്ടുണ്ടായ കോപവും ആദ്യമായിട്ടുണ്ടായ കൊലപാതകവും ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. വളരെ രസകരമാണ്, എങ്കിലും ചിന്തോദ്ദീപകമാണ്. ഉൽപ്പത്തി 4-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ജെനസിസ് 4:5 ഓൺവേർഡ്സ്. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീൻ ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. ആദ്യത്തെ ഭൂമിയിലെ കോപമാണ്. ഇതിനു മുമ്പ് കോപം പറഞ്ഞിട്ടില്ല. 6-ാം വാക്യം. എന്നാൽ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ? പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്ക് ആകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. അതിനുശേഷമുള്ള കാര്യം നമുക്കറിയാം. ദൈവം കൊടുത്ത മുന്നറിയിപ്പ്, വാണിംഗ്, കയീൻ സ്വീകരിച്ചില്ല. അവന്റെ കോപത്തെ അടക്കണം, അതിനെ കീഴടക്കണമെന്ന് ദൈവം അവന് മുന്നറിയിപ്പ് കൊടുത്തിട്ട് അവനത് കാര്യമാക്കിയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം പല പല സാഹചര്യങ്ങളിലും മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. രോഗങ്ങളോ ആക്സിഡന്റുകളോ നഷ്ടമോ അപമാനമോ ഒക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാനും നോക്കാനുമുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നതാണ് പലപ്പോഴും. ദൈവം നേരിട്ട് സംസാരിച്ചു, നിന്റെ മുഖം വാടിയിരിക്കുന്നത് ശരിയല്ല കയീനെ, എന്താ നീ കോപിക്കുന്നത്? എന്നാൽ കയീൻ അത് ഉൾക്കൊള്ളാതെ സഹോദരനെ വിളിച്ചുകൊണ്ട് വയലിലേക്ക് പോയി. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഈ ഭൂമിയിൽ ആദ്യത്തെ കൊലപാതകം അവിടെ നടന്നു. ഇളയ സഹോദരനെ മൂത്തവൻ കൊന്നുകളഞ്ഞു. അവൻ ശാപഗ്രസ്തനായി അവിടം വിട്ട് പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോപം ചില്ലറ കളിയല്ല, അത് തീരെ നിസ്സാരമായ കാര്യമല്ല. അത് കൊലപാതകത്തിലേക്ക് നയിക്കുന്നുവെന്ന് കയീന്റെ ദൃഷ്ടാന്തം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി ഏശാവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഏശാവും യാക്കോബും സഹോദരന്മാരായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 41-ാം വാക്യം. ജെനസിസ് 27:41. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു, അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും എന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. അവിടെയും കൊലപാതകമാണ് അവന്റെ മനസ്സിൽ അടിത്തട്ടിൽ ഇരിക്കുന്നത്.
തുടക്കത്തിൽ സംഭവിച്ചത് ഏശാവ് തന്റെ സഹോദരനായ യാക്കോബിനെ ദ്വേഷിച്ചു. അവനോട് അവനോട് സന്തോഷമില്ല, അവനോട് കോപമാണ്, അവനോട് ദേഷ്യമാണ്. അവനെ ദ്വേഷിച്ചു, അവനോട് വിരോധമുണ്ടായി. ഞാൻ കുറെ കഴിയുമ്പോൾ എൻ്റെ സഹോദരനെ കൊല്ലും എന്ന് അവൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വിരോധവും കോപവും ദേഷ്യവും ഒക്കെ ഹൃദയത്തിൽ വരുമ്പോൾ അത് ഒരാപൽ സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറ്റ്സ് എ വാണിംഗ്. സൂക്ഷിച്ചുകൊള്ളുക, കൊലപാതകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഏശാവ് സഹോദരനോട് വിരോധവും ദേഷ്യവും ഉണ്ടായി എന്ന് കാണാൻ സാധിക്കും. യാക്കോബിന്റെ രണ്ടു മക്കളായ ശിമയോൻ, ലേവി, ഇവരെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നതും അവരുടെ കോപത്തെ അത് ശാപയോഗ്യമാകുന്നു എന്നാണ്. യാക്കോബ് തന്റെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ മക്കളെയൊക്കെ വിളിച്ച് അവരോട് പ്രവചനാത്മകമായി അവരുടെ കാര്യങ്ങളൊക്കെ അവരെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും പറയുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 5 മുതൽ 7 വരെ നോക്കാം. ജെനസിസ് 49, 5 onwards. ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. അതിനൊരു പശ്ചാത്തലവും ഒരു കഥയുമുണ്ട്. ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. എന്റെ ഉള്ളമേ, അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. തന്റെ മക്കളെ കുറിച്ചാണ് പറയുന്നത്. എൻ മനമേ, അവരുടെ യോഗത്തിൽ ചേരരുതേ. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു. അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ വഹിക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, നോക്കുക, ഈ കോപ സ്വഭാവം ഈ രണ്ട് സഹോദരന്മാർ ശിമയോനും ലേവിയും അവർ തന്ത്രപൂർവം ഒരു ഗ്രാമത്തെ, ഒരു പട്ടണത്തെ മുഴുവൻ, അവിടെയുള്ള ആ പുരുഷന്മാരെ മുഴുവനും അവർ കൊന്നുകളഞ്ഞു. സൂത്രവും കൗശലവും പ്രയോഗിച്ച് അവരെ മുഴുവനും വെട്ടിക്കൊന്നുകളഞ്ഞു. അത് വളരെ ക്രൂരമായൊരു പ്രവൃത്തിയായിരുന്നു. അതിനെക്കുറിച്ച് തങ്ങളുടെ അപ്പൻ തൻ്റെ നിര്യാണകാലത്ത് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഉഗ്രകോപവും കഠിന ക്രോധവും ശാപയോഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, കോപത്തെയും ക്രോധത്തെയും പിണക്കത്തെയും വിരോധത്തെയും നാം ആരെയും ന്യായീകരിച്ച് സാരമില്ല, അതിൻ്റെ ഒരു ബലഹീനതയാണ്, ഇങ്ങനെയൊക്കെ വന്നു പോകും എന്ന് പറഞ്ഞു പോകരുത്. അതിനെ നാം കീഴടക്കണം, അതിനെ തള്ളിപ്പറയണം, അതിനെ ഉപേക്ഷിക്കണം, താഴ്മയോടെ നടക്കണം. അപ്പോൾ നമുക്ക് കോപത്തിന്റെ പിടിയിൽ നിന്നും വിടുതൽ ഉണ്ടാകാൻ സാധിക്കും. മോശയെക്കുറിച്ച് നാം വായിക്കുന്നു. മോശയുടെ ജീവിതത്തിലും കോപമുണ്ടായി. അത് നമുക്ക് സംഖ്യാപുസ്തകം 20 അധ്യായം 10 വാക്യത്തിൽ കാണാം. മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾക്കുവിൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ മോശയ്ക്ക് അവരോടൊരു വല്ലാത്ത ഒരു വിരോധവും ഒരു ദേഷ്യവും ഉണ്ടായി. മത്സരികളെ, അത് ഉച്ചത്തിൽ, അത് വളരെ ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. മത്സരികളെ കേൾക്കുവിൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞു. മോശെ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. 12 വാക്യം. പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക, എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകയില്ല എന്ന് അരുളിച്ചു. ദൈവം അവന്റെ ആ കോപത്തിന്റെ മുൻപിൽ ദൈവം വാഗ്ദത്ത കനാൻ നാട്ടിൽ പ്രവേശിക്കാനുള്ള അവകാശം മോശയ്ക്ക് ദൈവം തടസ്സപ്പെടുത്തി അവനെ അങ്ങോട്ട് പോകാൻ അനുവദിച്ചില്ല എന്ന് കാണാൻ സാധിക്കും. അവിടെ മോശയുടെ ആ സ്പീഡായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു കോപവും അവന്റെ ജനങ്ങളോടുള്ള അവന്റെ അസ്വസ്ഥതയുമായിരുന്നു അതിന്റെ കാരണം എന്ന് കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല, നാം പഴയ നിയമത്തിൽ ഉടനീളം വായിക്കുമ്പോൾ ബിലെയാമിന്റെ കാര്യത്തിൽ അവന്റെ കോപം നാം കാണുന്നു. ശൗൽ രാജാവിനെ കുറിച്ചും ആഹാബിനെ കുറിച്ചും അവരുടെ കോപ സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. ആസ രാജാവ്, ഉസിയ രാജാവ്, ഇവരൊക്കെ പുരോഹിതന്മാരോടും ഒക്കെ കോപിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. യോനാ പ്രവാചകനെ കുറിച്ച് വായിക്കുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോഴും യോനാ പ്രവാചകനും യോനയ്ക്ക് വളരെ കടുത്ത കോപമുണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യോനയ്ക്ക് കോപമുണ്ടായി, ദൈവത്തോട് പോലും അവന് കോപമുണ്ടായി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും പാപകരമായ മനുഷ്യന്റെ കോപത്തെക്കുറിച്ചാണ് നാം പറഞ്ഞത്. ഇത് ദൈവം വെറുക്കുന്നതാണ്. എന്നാൽ ഇതിനേക്കാളും ഉയർന്ന തലത്തിലുള്ള, ദൈവത്തിന് ന്യായീകരിക്കാൻ കഴിയുന്ന, ദൈവത്തിന് ദുഃഖം ഉണ്ടാക്കാത്ത ഒരു ഉയർന്ന തലത്തിലുള്ള കോപമുണ്ട്. അതും നാം മനസ്സിലാക്കിയിരിക്കണം. നമ്മിൽ മിക്കപേരും ആ ലെവലിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കോപത്തെ ആ തലത്തിലാണെന്ന് പറഞ്ഞ് ഞാൻ ന്യായീകരിക്കാനും പാടില്ല. ചില ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ആത്മീകമായ കാര്യങ്ങൾക്ക് വേണ്ടി, മനുഷ്യൻ പാപത്തിലും ദോഷത്തിലും നടന്ന് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരോടുള്ള
ഈ ദൈവഭക്തന്മാരുടെ അവരുടെ വേദനയും വിഷമവും ചിലപ്പോൾ കോപമായിട്ട് വെളിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവരെ തല്ലിയതുകൊണ്ടോ അടിച്ചതുകൊണ്ടോ ചീത്ത പറഞ്ഞതുകൊണ്ടോ ഒന്നും അല്ല. നമ്മുടെ കോപങ്ങളൊക്കെയും നമ്മെ ആരെങ്കിലും സ്പർശിക്കുമ്പോൾ നമുക്ക് ദോഷം ചെയ്യുമ്പോഴാണ് കോപം ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാവുന്ന, ന്യായീകരിക്കാവുന്ന ഉയർന്ന തലത്തിലുള്ള കോപത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവായ യേശുവിനെ കുറിച്ച് നമുക്ക് നോക്കാം. കർത്താവായ യേശുവിന്റെ ജീവിതത്തിൽ നമുക്ക് ഒരു കോപം കാണാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം. മാർക്ക് ചാപ്റ്റർ 3 വേഴ്സ് 5. അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അവന്റെ കൈ സൗഖ്യമായി. ഇവിടെ യഹൂദ മേധാവികളുടെയും പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഹൃദയത്തിന്റെ കാഠിന്യം കണ്ടപ്പോൾ, ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നത് വിലക്കുന്ന രീതിയിൽ ഉള്ള അവരുടെ ഹൃദയ കാഠിന്യം കണ്ടപ്പോൾ യേശുവിന് കോപമുണ്ടായി. അത് യേശുവിനെ ദ്രോഹിച്ചത് കൊണ്ടല്ല കോപമുണ്ടായി, പിതാവിന്റെ നാമത്തിന് വേണ്ടിയുള്ള ആ ഒരു എരിവാണ് അവിടെ കോപമായി പ്രകടമായത്. അത് ഉയർന്ന തലത്തിലുള്ള ഒരു കോപമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ദൈവത്തെ പറ്റിക്കുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ, ദൈവത്തിന് ദോഷം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കാഠിന്യമുള്ളവരായി ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ അവരോടുള്ള യേശുവിന്റെ കോപം അവിടെ കാണാൻ സാധിക്കും. ഇത് പാപകരമായ കോപമല്ല, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവത്തിന് സ്വീകാര്യമായതാണ്. മോശയുടെ കാര്യത്തിൽ വീണ്ടും നോക്കാം. മോശയെ ദേവദാസനായ മോശയുടെ ജീവിതത്തിൽ പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 8-ാം വാക്യം ഫറവോനോട് പറയുന്ന ഭാഗത്ത് മോശയ്ക്ക് വളരെ കോപമുണ്ടായി. എക്സോഡസ് ചാപ്റ്റർ 11 വേഴ്സ് 8. അപ്പോൾ നിന്റെ ഈ സകല ഭൃത്യന്മാരും എൻ്റെ അടുക്കൽ വന്ന് നീയും നിന്റെ കീഴിൽ ഇരിക്കുന്ന സർവ്വജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കും. അതിൻ്റെ ശേഷം ഞാൻ പുറപ്പെടും. അങ്ങനെ അവൻ ഉഗ്രകോപത്തോടെ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോയി. ഇവിടെ മോശയുടെ കോപം തൻ്റെ വ്യക്തിപരമായ മാന്യതയ്ക്ക് വേണ്ടിയോ ഒന്നുമായിരുന്നില്ല, ദൈവത്തിനു വേണ്ടിയാണ് ഫറവോനോട് മോശ സംസാരിച്ചത്. 20 ലക്ഷം വരുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടുപോകാനുള്ള ആ ഭാരം അവന്റെ ഹൃദയത്തിലുണ്ട്. അവിടെ ഫറവോനോട് സംസാരിക്കുമ്പോൾ സന്തോഷത്തോടെയൊന്നും അല്ല സംസാരിക്കുന്നത്. അതിനുള്ള സമയമല്ലത്. സ്ട്രിക്റ്റായിട്ടും ഫേമായിട്ടും ഉറപ്പായിട്ടും സംസാരിക്കേണ്ട സമയമാണ്. അവിടെ മോശെ ഉഗ്രകോപത്തോടെ ഇറങ്ങിപ്പോയി. ദൈവം അതിനെ തെറ്റായിട്ട് കാണുന്നില്ല. അത് ദൈവത്തിന് വേണ്ടിയാണ് മോശെ അങ്ങനെ ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. പിന്നീട് ഫിനെഹാസിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. ഇസ്രായേൽ ജനത്തിനിടയിൽ അന്യജാതിക്കാരികളുമായിട്ട് ചേർന്ന് വ്യഭിചാരത്തിലും പാപത്തിലും അവർ ജീവിക്കുന്ന സമയത്ത്, സംഖ്യാപുസ്തകം 25-ാം അധ്യായം 6-ാം വാക്യം, നമ്പേഴ്സ് 25 വേഴ്സ് 6. എന്നാൽ മോശയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാണുക ഒരു ഇസ്രായേല്യൻ തന്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. അഹരോൻ പുരോഹിതന്റെ മകനായ എലിയാസറിന്റെ മകൻ ഫിനെഹാസ് അത് കണ്ടപ്പോൾ, ആ തിന്മ കണ്ടപ്പോൾ, സഭയുടെ മധ്യേ നിന്ന് എഴുന്നേറ്റ് കയ്യിലൊരു കുന്തമെടുത്തു. ആ ഇസ്രായേലിന്റെ പിന്നാലെ അന്തഃപുരത്തിലേക്ക് ചെന്ന് ഇരുവരെയും, ഇസ്രായേലിനെയും ആ സ്ത്രീയെയും തന്നെ, അവരുടെ ഉദരം തുളയും വണ്ണം കുത്തി. അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്ത ഒരു ഫിനെഹാസിനാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ദൈവം പറയുകയാണ് 12-ാം വാക്യത്തിൽ, ആകയാൽ ഇതാ ഞാൻ അവന് എൻ്റെ സമാധാന നിയമം കൊടുക്കുന്നു. 11-ാം വാക്യത്തിൽ വായിക്കുന്നു, അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി അവൻ തീഷ്ണതയുള്ളവനായി എൻ്റെ ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടുപോകുമാറാക്കിയിരിക്കുന്നു. ദൈവത്തിന് വേണ്ടിയുള്ള ആ തീഷ്ണതയും എരിവുമാണ് ഫിനെഹാസിന്റെ കോപത്തിന്റെ കാരണം. അത് പാപകരമായിരുന്നില്ല. ദൈവം ആ കോപിച്ചവന് തന്റെ സമാധാന നിയമം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ നിരവധി ദൃഷ്ടാന്തങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ കാണാൻ സാധിക്കും. നമുക്ക് ഒടുവിലായി കോപത്തെക്കുറിച്ച് ദൈവവചനം എന്തു പറയുന്നു എന്നുള്ള കുറച്ച് റെഫറൻസും കൂടെ നാം ചിന്തിച്ചിട്ട് നമുക്ക് ഈ ക്ലാസ് ഉപസംഹരിക്കാൻ കഴിയും. സം ബിബ്ലിക്കൽ ഇൻസ്ട്രക്ഷൻസ്. ദൈവവചനം കോപത്തെക്കുറിച്ച് പറയുന്ന ഏതാനും വേദഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇതുവരെയും പല ദൃഷ്ടാന്തങ്ങളും പല വചനങ്ങളും നാം ചിന്തിച്ചു. എന്നാൽ കോപത്തെ ദൈവം അരുത്, പാടില്ല എന്ന് വളരെ സ്ട്രിക്റ്റായിട്ട് പറയുന്ന അനേകം വചനങ്ങളുണ്ട്. അതിൽ ചിലത് നമുക്ക് നോക്കാം. ജ്ഞാനത്താൽ കോപം ഒഴിഞ്ഞു മാറി പോകുന്നു, അതിന് മാറ്റം ഉണ്ടാകുന്നു. നോക്കുക, സദൃശവാക്യങ്ങൾ 29-ാം അധ്യായം 8-ാം വചനം. പ്രോവേർബ്സ് 29 വേഴ്സ് 8. പരിഹാസികൾ പട്ടണത്തിൽ കോപാഗ്നി ജ്വലിപ്പിക്കുന്നു,
ജ്ഞാനികളോ ക്രോധത്തെ ശമിപ്പിക്കുന്നു. അങ്ങനെയാണ് തിരുവെഴുത്ത് അതിനെക്കുറിച്ച് പറയുന്നത്. മറ്റൊരു വാക്യം സഭാപ്രസംഗി 7-ാം അധ്യായം 9-ാം വചനം നോക്കുക. എക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ 7 വേഴ്സ് 9. നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം അഥവാ കോപം ഉണ്ടാകരുത്. മൂഢന്മാരുടെ മാർവിലാണല്ലോ കോപം അഥവാ നീരസം വസിക്കുന്നത്. ഇംഗ്ലീഷിൽ ബി നോട്ട് ഹേസ്റ്റി ഇൻ യുവർ സ്പിരിറ്റ് ടു ബി ആംഗ്രി, ഫോർ ആംഗർ ഡ്വെൽസ് ഇൻ ദ ബോസം ഓഫ് ഫൂൾസ്. അഹങ്കാരികളുടെ ഹൃദയത്തിലാണ് കോപം വസിക്കുന്നത് എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. നാം കോപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ട് എന്ന് നാം നേരത്തെ പറഞ്ഞുവല്ലോ. അഹങ്കാരമാണ് ഈ കോപത്തിന്റെ കാരണം. ദ പ്രൈഡ്, ദ ഹൈ തോട്ട്സ് അബൌട്ട് വൺ സെൽഫ്. നാം നമ്മെക്കുറിച്ച് ചെറിയ ചിന്തകളുള്ളവരാണെങ്കിൽ, എളിമയുള്ളവരാണെങ്കിൽ ഈ കോപത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞിരിക്കുവാൻ സാധിക്കും. അത് ജഡത്തിന്റെ പ്രവൃത്തിയാകുന്നു എന്ന് നമുക്ക് ഗലാത്യർ 5-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വായിക്കാൻ സാധിക്കും. നാം മുമ്പ് വായിച്ചു കഴിഞ്ഞതാണ്. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം. 20-ാം വാക്യം വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത. അവിടെ ക്രോധം അഥവാ ആങ്കർ, കോപം എന്നുള്ള വാക്കുണ്ട്. പകയും പിണക്കവും ക്രോധവും ശാഠ്യവും ഇതൊക്കെ ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും എല്ലാ കോപസ്വഭാവവും മാറിപ്പോകുവാൻ, ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ മാറ്റിക്കളയുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി മാതാപിതാക്കളോട് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ എഫേസ്യർ 6-ാം അധ്യായം 4-ാം വാക്യം നോക്കാം. എഫേസ്യൻസ് 6 വേഴ്സ് 4. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുകയും. ഫാദേഴ്സ്, ഡു നോട്ട് പ്രൊവോക്ക് യുവർ ചിൽഡ്രൻ ടു ആംഗർ. നിങ്ങൾ അവരെ പ്രകോപിപ്പിച്ചാൽ അവർക്കും മക്കൾക്കും കോപം ഇളകും. അതുകൊണ്ട് മക്കളോട് സമാധാനമായി സംസാരിക്കണം, അവരെ പ്രകോപിപ്പിക്കരുത്. പലപ്പോഴും മക്കൾ അമ്മയപ്പന്മാരിൽ നിന്നാണ് ഇത് പഠിക്കുന്നത്. ഒരു അപ്പനോ അമ്മയ്ക്കോ ഒരു കോപം ഉണ്ടെങ്കിൽ മക്കൾക്ക് ചിലപ്പോൾ 2 കോപം കാണും. കാരണം അവർ ആ വീട്ടിൽ നിന്ന് അതാ പഠിച്ചിരിക്കുന്നത്. നാം കോപ സ്വഭാവമുള്ളവരാണെങ്കിൽ നമ്മുടെ മക്കളും അത് തന്നെ നമ്മിൽ നിന്ന് പഠിക്കും എന്നുള്ളത് അമ്മയപ്പന്മാർ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരാം. അവിടെ 1-ാം അധ്യായം 19-ാം വചനം നോക്കുക. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 19. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവൻ ആയിരിക്കട്ടെ. കോപത്തിന് താമസമുള്ളവൻ, കോപിക്കുവാൻ താമസമുള്ളവൻ. തുടക്കത്തിലൊക്കെ നാം കൂടുതൽ സമയം കോപിക്കുന്നവരാണ്. എന്നാൽ നാം കർത്താവിനെ കൂടുതൽ അറിയുമ്പോൾ, ദൈവത്തിന്റെ മാർഗത്തിൽ മുമ്പോട്ട് വരുമ്പോൾ ആ കോപത്തിന്റെ സമയവും അളവും കുറഞ്ഞു കുറഞ്ഞു വരും. കോപിക്കാൻ കഴിയാത്ത ഒരവസ്ഥ പിന്നീട് വരും. ഏത് മനുഷ്യനും വേഗം കേൾക്കണം, പക്ഷേ പറയാൻ താമസം വേണം. കോപിക്കാനും താമസം വേണം. പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ടാണ് കോപം വരുന്നത്, പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞ് കോപിക്കാൻ നമുക്ക് സാധ്യം. അതുകൊണ്ട് കോപത്തിന് താമസം ഉണ്ടാകട്ടെ. സദൃശവാക്യങ്ങളിൽ വീണ്ടും വായിക്കുന്നു. 16-ാം അധ്യായം 32-ാം വചനം. ദീർഘക്ഷമയുള്ളവൻ അഥവാ ദ വൺ ഹു ഈസ് സ്ലോ ടു ആംഗർ, യുദ്ധവീരനേക്കാളും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനേക്കാളും ശ്രേഷ്ഠൻ. ഹി ഹു ഈസ് സ്ലോ ടു ആംഗർ ഈസ് ബെറ്റർ ദാൻ ദ മൈറ്റി. സ്ലോ ടു ആംഗർ, കോപത്തിന് താമസമുള്ളവനായിരിക്കുക. ഇനിയും നമുക്ക് എഫേസ്യർ 4-ാം അധ്യായം 26-31 വചനങ്ങൾ വായിക്കാം. അവിടെയും കോപ സ്വഭാവത്തെ വിലക്കിക്കൊണ്ട് അത് പാടില്ല എന്ന് വ്യക്തമായി തിരുവെഴുത്ത് നമ്മോട് സംസാരിക്കുന്നു. എഫേസ്യർ 4:26. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കും. ഇതാണ് കോപത്തിന് അനുവാദമായിട്ട് പലരും ചിന്തിക്കുന്നത്. കോപത്തിന് കുഴപ്പമില്ല, കോപിച്ചാൽ പാപം ചെയ്യരുതെന്നേ ഉള്ളൂ എന്ന് പറയുന്നവർ പലരും. സൂര്യൻ അസ്തമിക്കും മുമ്പേ നിങ്ങളുടെ കോപങ്ങളൊക്കെ സെറ്റിൽ ചെയ്യണം എന്നും പറയുന്നു. ഇത് ക്രിസ്തുവിലേക്ക് ആദ്യമായിട്ട് വന്ന ഒരു പുതിയ വിശ്വാസിക്കുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം തുടർന്നുള്ള വചനങ്ങളിൽ 31-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം. എല്ലാ കയ്പും, എല്ലാ കോപവും, എല്ലാ ക്രോധവും, കൂട്ടാരവും, ദൂഷണവും, സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. കോപിച്ചാൽ പാപം ചെയ്യരുത്, അതുകൊണ്ട് കോപിക്കാം എന്നല്ല പൗലോസ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് ആ കോപത്തെ അടക്കണം, അതിനെ ഒഴിവാക്കണം. നിങ്ങൾ അതിന്റെ ഫലമായി പാപത്തിലേക്കും വേണ്ടാത്ത വാക്കുകൾ സംസാരിക്കാനും അടിക്കാനും
കൊല്ലാനും ഒന്നിനും ഇടയാകരുത് എന്നാണ് അവിടെ താൻ ഉദ്ദേശിക്കുന്നത്. 31-ാം വാക്യവും വളരെ ശ്രദ്ധേയമാണ്. ലെറ്റ് ഓൾ ബിറ്റർനെസ്, ലെറ്റ് ഓൾ റാത്ത് ആൻഡ് ആങ്കർ ബി പുട്ട് അവേ ഫ്രം യു. നിങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ച് കളയണമെന്ന് നിർദ്ദേശം പൗലോസ് പറയുകയാണ്. അതൊരു കൽപ്പനയാണ്. ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെല്ലാം നിങ്ങളെ വിട്ട് പോകട്ടെ. ഈ കോപം നിങ്ങൾക്ക് പറ്റിയതല്ല. പാപകരമായ ഈ കോപം നിങ്ങൾക്ക് ശരിയല്ല. കൊലോസ്യർ 3-ാം അധ്യായം 8-ാം വാക്യം കൂടെ നോക്കാം. കൊലോഷ്യൻസ് 3:8. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ട് കളയുവിൻ. അതൊരു കൽപ്പനയാണ്, സജഷൻ അല്ല, ഓപ്ഷണലായിട്ടുള്ള കാര്യമല്ല. അവിടെ പറയുന്നു യു ഓൾസോ പുട്ട് ദം ഓൾ അവേ. ഇതെല്ലാം ഉപേക്ഷിച്ച് കളയുവിൻ. ആങ്കർ, റാത്ത്, മാലിസ്, റെയിലിംഗ്, ഷെയിംഫുൾ സ്പീക്കിംഗ് ഔട്ട് ഓഫ് യുവർ മൗത്ത്, ഇതെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് കളയുവിൻ. ദൈവത്തിന് ചേരുന്ന പവിത്രമായ ഒരു നല്ല ലെവലിലേക്ക് നിങ്ങൾ ജീവിച്ച് വളരുവിൻ എന്നാണ് ദൈവവചനം ഇവിടെ നമ്മെ ഉപദേശിക്കുന്നത്. 2 വചനങ്ങൾ കൂടെ ചിന്തിച്ചിട്ട് ഈ വചനങ്ങളെ നമുക്ക് അവസാനിപ്പിക്കാം. 1 തിമോഥെയോസ് 2-ാം അധ്യായം 8-ാം വാക്യം. 1 Timothy chapter 2 verse 8. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ട് അകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ വേണം പുരുഷന്മാർ ചെയ്യേണ്ടത്. അവർ കോപവും വാഗ്വാദവും വിട്ടകന്ന്. കോപം വരുമ്പോഴാണ് വാഗ്വാദം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കോപവും വാഗ്വാദവും വിട്ട് അകന്ന് ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ കൊള്ളാമെന്നല്ല, ജീവിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പാപകരമായ മാനുഷികമായ നമ്മുടെ സ്വയത്തിൽ നിന്ന് വരുന്ന എല്ലാ കോപ സ്വഭാവങ്ങളെയും നാം വിട്ടകന്ന് സ്നേഹത്തിൽ ജീവിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സഭയുടെ ശുശ്രൂഷകന്മാരെ കുറിച്ച്, മൂപ്പന്മാരെ കുറിച്ച്, പാസ്റ്റർമാരെ കുറിച്ച് പറയുമ്പോൾ തീത്തോസിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വചനം നോക്കുക. ടൈറ്റസ് ചാപ്റ്റർ 1 verse 7. അധ്യക്ഷൻ അഥവാ മൂപ്പൻ അഥവാ പാസ്റ്റർ, ബിഷപ്പ് ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകയാൽ അനന്യനായിരിക്കണം. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. കോപിഷ്ഠനായവൻ ഒരിക്കലും ഒരു പാസ്റ്ററോ ഒരു സഭയുടെ ലീഡറോ ആയിരിക്കാൻ യോഗ്യതയില്ല എന്നാണ് ഇവിടെ ദൈവവചനം പറയുന്നത്. കോപം ഒരു പാപം തന്നെയാണ്. അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. കോപിക്കുന്ന ദൈവദാസന്മാരൊക്കെയും അവർ സഭയ്ക്ക് മാതൃകയല്ല. ഒരിക്കലും അങ്ങനെയുള്ളവരെ നമുക്ക് അനുഗമിക്കുവാൻ കഴിയത്തില്ല. പുതിയ നിയമം നല്ല ഉയർന്ന ഒരു ലെവലാണ് നമുക്ക് തരുന്നത്. തിരുവെഴുത്തിൽ കോപിക്കുന്ന തൻ്റെ ജീവിതത്തെക്കുറിച്ച് തൻ്റെ സ്വയത്തിൽ കേന്ദ്രീകൃതമായി കോപിക്കുന്ന ഒരു ദൈവദാസനെയും കാണാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി യേശുവും മറ്റും കോപത്തോടെ സംസാരിച്ചത് നമുക്കറിയാം. അത് ഫേമായി, ഉറപ്പായി, സ്ട്രിക്റ്റായി, കർശനമായി സംസാരിച്ചു എന്നുള്ളതാണ് കുറച്ചുകൂടെ അതിൻ്റെ ആശയം. അല്ലാതെ യേശുവിൻ്റെ ജീവിതത്തിൽ അവർ മനുഷ്യരോട് കോപമുണ്ടായിരുന്നു എന്നല്ല. അവൻ എല്ലാവരെയും സ്നേഹിച്ചു. യൂദാസിനെ പോലെ ഒടുവിൽ സ്നേഹിത എന്ന് വിളിച്ചാണ് സ്വീകരിക്കുന്നത്. യേശുവിൻ്റെ ജീവിതത്തിൽ സ്നേഹവും നന്മയുമാണ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവികമായ വിഷയത്തിൽ വളരെ ഫേമായിരുന്നു, ഉറപ്പായിട്ട് സംസാരിച്ചു. ദൈവദാസന്മാർ നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയും. അവർ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. നമ്മുടെ ജീവിതങ്ങളെ സമൂലം പരിവർത്തനം വരുത്തി എല്ലാ കോപ സ്വഭാവത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് താഴ്മയിൽ ജീവിച്ച് എനിക്ക് ആരോടും കോപിക്കുവാൻ സാധ്യമല്ല, ഞാൻ ഏറ്റവും ചെറിയവനാകുന്നു എന്ന് നമ്മിൽ ആർക്ക് ഇന്ന് രാത്രി പറയാൻ സാധിക്കും? ദൈവമേ, ആ അളവിൽ എന്നെ ഒന്ന് ചെറുതാക്കണമേ. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് തന്നെ താൻ താഴ്ത്തി എന്നാണ് ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ഹി ഹംബിൾഡ് ഹിംസെൽഫ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നാം ഓരോരുത്തരും അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് അതിന് ഒന്നാം പടി എടുത്ത് നാം തന്നെ അത് തുടങ്ങി വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ദൈവം നമ്മെ സഹായിക്കും, തൻ്റെ ആത്മാവിനാൽ നമ്മെ ബലപ്പെടുത്തും. എന്നാൽ ഈ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം നിശ്ചയിക്കുകയും ഉറയ്ക്കുകയും ചില തീരുമാനങ്ങൾ എടുക്കുകയും വേണം. ഈ വചനങ്ങൾ നമ്മെ ആരെയും കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയോ ഒന്നും അല്ല എന്നുള്ളത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഈ വചനങ്ങൾ നമ്മെ ഒരു പടി ഉയർത്താൻ വേണ്ടിയുള്ള പഠനമാണ്. ഇങ്ങനെയുള്ള ദോഷസ്വഭാവങ്ങളെ വിട്ടുകളയാനും ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കാനും ആണ് ഈ വചനങ്ങൾ നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത്. ഈ വചനങ്ങളെ നമുക്ക് ഗൗരവമായി എടുക്കുകയും ഏറ്റെടുക്കുകയും ദൈവമേ, നിന്റെ ആത്മാവിനാൽ എന്നിൽ പരിവർത്തിച്ച് എന്നെ ശക്തനാക്കണമേ, പാപസ്വഭാവത്തിൻ്റെ മേൽ, കോപത്തിൻ്റെ മേൽ എനിക്ക് ജയം നൽകണമേ, താഴ്മയിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ഏവരെയും ആയതിന് സഹായിക്കട്ടെ.